പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സീസണിലേക്ക് വേണ്ടിയുള്ള പ്രീ സീസണിൽ കളിക്കാനോ ഡ്യൂറന്റ് കപ്പിൽ കളിക്കാനൊന്നും സാധിക്കാതെ പോയൊരു താരമായിരുന്നു ജീസസ് ജിമിനസ്. മാത്രമല്ല വളരെ വൈകിയായിരുന്നു താരം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ നേടാനും താരത്തിന് സാധിച്ചിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ മത്സരത്തിലും മികച്ച പ്രകടനമായിരുന്നു ജീസസ് ജിമിനസ് കാഴ്ചവെച്ചിരുന്നത്. നിലവിൽ ഈ ഒരു സീസണിൽ 4 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ജീസസ് ജിമിനസിന്റെ പേരിൽ 2 ഗോളുകളും ഒരു അസിസ്റ്റുമുണ്ട്. കഴിഞ്ഞ ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിലെ ജീസസ് ജിമിനസിന്റെ സ്റ്റാറ്റ്സ് ഒന്ന് നോക്കാം. ഒരു ഗോൾ നേടാനും ഒരു അസിസ്റ്റ് നൽകാനും താരത്തിന് സാധിച്ചിരുന്നു. 2 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും ഫൈനൽ തേർഡിലേക്ക് ഒരു പാസ് നൽകാനും ജീസസ് ജിമിനസിന് സാധിച്ചിട്ടുണ്ട്. 4 ഷോട്ടുകളും താരത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മാത്രമല്ല മത്സരത്തിൽ 81% പാസിംഗ് ആക്യുറസിയും ഉണ്ട്. തീർത്തും കഴിഞ്ഞ മത്സരത്തിൽ മികച്ച ഫോമിലായിരുന്നു താരം കളിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു കാര്യം, സീസണിന് മുൻപ് ആരാധകരെല്ലാം പറഞ്ഞൊരു കാര്യമായിരുന്നു ഈസ്റ്റ് ബംഗാളായിരിക്കും ഈ ഒരു സീസണിലെ ശക്തരായിട്ടുള്ള ടീം എന്നുള്ളത്. അതിന് കാരണം മികച്ച സൈനിങ്ങുകളായിരുന്നു ഈസ്റ്റ് ബംഗാൾ സീസണിലേക്ക് വേണ്ടി നടത്തിയിരുന്നത്. കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറായിട്ടുള്ള ഡിമിട്രസ് ഡാമൻഡാക്കോസിനെയൊക്കെ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്ന ജീക്സൺ സിംഗിനെയും ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിരുന്നു. മികച്ച സൈനിങ്സ് എല്ലാം നടത്തിയിട്ട് പോലും ഈ ഒരു സീസണിലെ ഈസ്റ്റ് ബംഗാളിന്റെ പ്രകടനം ദയനീയമാണ്. ഇന്ന് ജംഷഡ്പൂർ എഫ്സിക്കെതിരെ ഏകപക്ഷീയമായ 2 ഗോളിന്റെ പരാജയമായിരുന്നു ഈസ്റ്റ് ബംഗാൾ ഏറ്റുവാങ്ങിയത്. മാത്രമല്ല ഈ ഒരു മത്സരത്തിൽ മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായിരുന്ന മുഹമ്മദ് റാക്കിബ്, ഡിമിട്രസ് ഡാമൻഡാക്കോസ്, ഹർമൻജോത് കബ്ര, നിഷു കുമാർ എന്നീ താരങ്ങളൊന്നും മാച്ച് സ്ക്വാഡിൽ പോലും ഉണ്ടായിരുന്നില്ല. ഡിമിട്രോസിന് പരിക്ക് കാരണം കൊണ്ട് തന്നെ ചില മത്സരങ്ങളൊക്കെ താരത്തിന് നഷ്ടമായിരുന്നു. മാത്രമല്ല ഗോൾ കീപ്പറായിരുന്ന ഗില്ലും ഇന്നത്തെ മത്സരത്തിൽ ബെഞ്ചിലായിരുന്നു. കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറായിരുന്ന ഡിമിട്രസ് ഡാമൻഡാക്കോസിന്റെ നിലവിലെ അവസ്ഥ തീർത്തും നിരാശ നൽകുന്നതാണ്. ഈസ്റ്റ് ബംഗാൾ ഈ ഒരു സീസണിൽ കളിച്ച 4 മത്സരങ്ങളിൽ 4 എണ്ണത്തിലും പരാജയപ്പെടുകയായിരുന്നു. പുതിയ കോച്ചൊക്കെ വന്നതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിന് ശക്തരായി തിരിച്ചു വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.